വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 13-ാം അധ്യായം 10 മുതൽ 17 വരെയുള്ള തിരുവചനങ്ങൾ. ഒരു സാബതത്തിൽ യേശു തമ്പുരാൻ ഒരു സിനഗോഗിൽ പഠിപ്പിച്ചുകൊണ്ടിരുന്നു. 18 വർഷമായി ഒരാത്മാവ് ബാധിച്ച് രോഗിണിയായി നിവർന്നു നിൽക്കുവാൻ സാധിക്കാത്ത വിധം കൂനിപ്പോയ ഒരുവൾ അവിടെ ഉണ്ടായിരുന്നു. യേശു തമ്പുരാൻ അവളെ കണ്ടപ്പോൾ അടുത്ത് വിളിച്ചു പറഞ്ഞു, സ്ത്രീയെ, നിന്റെ രോഗത്തിൽ നിന്ന് നീ മോചിക്കപ്പെട്ടിരിക്കുന്നു. അവൻ അവളുടെ മേൽ കൈകൾ വെച്ചു. തൽക്ഷണം അവൾ നിവർന്നു നിൽക്കുകയും ദൈവത്തെ സ്തുതിക്കുകയും ചെയ്തു. യേശു തമ്പുരാൻ ശാബതത്തിൽ രോഗം സുഖപ്പെടുത്തുന്നതിൽ കോപിച്ച് സിനഗോഗ് അധികാരി ജനങ്ങളോട് പറഞ്ഞു, ജോലി ചെയ്യാവുന്ന 6 ദിവസങ്ങളുണ്ട്. ആ ദിവസങ്ങളിൽ വന്ന് രോഗശാന്തി നേടിക്കൊള്ളുക, ശാബത ദിവസം പാടില്ല. അപ്പോൾ കർത്താവ് പറഞ്ഞു, കപടനാട്യക്കാരെ, നിങ്ങൾ ഓരോരുത്തരും ശാബതത്തിൽ കാളയോ കഴുതയോ തൊഴുത്തിൽ നിന്നഴിച്ച് വെള്ളം കുടിപ്പിക്കുവാൻ കൊണ്ടുപോകുന്നില്ലേ? 18 വർഷം സാത്താൻ ബന്ധിച്ചിട്ടിരുന്നവളായ അബ്രഹാമിൻ്റെ ഈ മകളെ സാബത ദിവസം അഴിച്ചുവിടേണ്ടതല്ലേ എന്നോ? ഇത് കേട്ടവൻ്റെ പ്രതിയോഗികളെല്ലാം ലജ്ജിതരായി. എന്നാൽ ജനക്കൂട്ടം മുഴുവൻ അവൻ ചെയ്തിരുന്ന മഹനീയ കൃത്യങ്ങളെക്കുറിച്ച് സന്തോഷിച്ചു. മിശിഹായിൽ ഏറ്റവും പ്രിയമുള്ളവരെയും, നോയമ്പിൻ്റെ 5ാമത്തെ ഞായറാഴ്ചയിലേക്ക് നാം കടന്നു വന്നിരിക്കുകയാണ്. നമുക്കറിയാം, 1ാമത്തെ ഞായറാഴ്ച പരിശുദ്ധ ദൈവമാതാവാണ് യേശുവിൻ്റെ അടുക്കൽ ഒരു കുടുംബത്തിൻ്റെ ആവശ്യം പറഞ്ഞ് ചെല്ലുന്നത്. 2ാമതായിട്ടൊരു കുഷ്ഠരോഗി തന്നെത്താൻ യേശുവിൻ്റെ അടുക്കൽ വന്ന് തൻ്റെ രോഗശാന്തി ആവശ്യപ്പെടുന്നത് നമുക്ക് കാണാൻ സാധിക്കും. 3ാമത്തെ ദിവസം 4 ചെറുപ്പക്കാർ യേശുവിൻ്റെ അടുക്കൽ ചെന്ന് ഒരു തളർവാദ രോഗിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്, അവൻ സൗഖ്യം പ്രാപിക്കുന്നതും കാണാൻ കഴിയും. 4ാമത്തെ ഞായറാഴ്ച ഒരമ്മ തൻ്റെ മകൾക്ക് വേണ്ടി കരഞ്ഞ് പ്രാർത്ഥിക്കുന്നതും ദൈവം എങ്ങനെയാണ് അത്ഭുതകരമായിട്ട് അവളുടെ വിശ്വാസത്തെ പ്രകീർത്തിച്ച് അവളെ അനുഗ്രഹിക്കുകയും ചെയ്യുന്നത് എന്ന് കാണുന്നു. ഇന്ന് ലൂക്കോസിന്റെ സുവിശേഷം 13-ാം അധ്യായത്തിൻ്റെ 10 വാക്യങ്ങളിൽ ഒരു കൂനിയായ സ്ത്രീയാണ് നമ്മളുടെ ചിന്താവിഷയം. ഇവിടെ യേശു നേരിട്ട് ഇടപെടുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് 18 വർഷമായി രോഗിയായ ഒരു സ്ത്രീയാണ്, പിശാചി ബാധിതയായ ഒരു സ്ത്രീയാണ്. എവിടെ വെച്ചാണ് യേശു അവളെ കണ്ടുമുട്ടുന്നത്? അതാണ് പ്രാധാന്യം. അവളെ ദൈവം കണ്ടുമുട്ടുന്നത്, യേശു കണ്ടുമുട്ടുന്നത് ദേവാലയത്തിൽ വെച്ചാണ്. സാബത്തിൽ ദേവാലയത്തിൽ വെച്ചാണ് കണ്ടുമുട്ടുന്നത്. ഈ വസ്തു നമ്മളെ പഠിപ്പിച്ചിരുന്ന 1ാമത്തെ പാഠം ഇതാണ്, പ്രിയ സഹോദരികളെ. നമുക്ക് ശാരീരിക വ്യഥകൾ ഉണ്ടാകാം, രോഗങ്ങൾ ഉണ്ടാകാം, ബുദ്ധിമുട്ടുകളാകാം, സാമ്പത്തിക ക്ലേശങ്ങൾ ഉണ്ടാകാം. ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിലൊക്കെ പലപ്പോഴും മനുഷ്യൻ ദൈവത്തിൽ നിന്ന് അകന്നു പോകാനാണ് സാധ്യത. അന്യ ദൈവങ്ങളെ അന്വേഷിച്ച് പോകാനാണ് കാര്യങ്ങൾ. മനുഷ്യന്റെ കൃത്രിമമായ മാർഗങ്ങൾ അന്വേഷിക്കുവാനാണ് പരിശ്രമിക്കുന്നത്. എന്നാൽ ഈ പാഠം നമ്മളെ പഠിപ്പിച്ചു തരുന്നു, നിന്റെ രോഗം എത്ര വലുതാണേലും, നിനക്ക് എത്ര അസാധ്യമായ കാര്യം ഉണ്ടെങ്കിലും നിനക്ക് ആശ്രയിക്കാവുന്നവൻ ദൈവമാണ്. രോഗമോ നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ക്ലേശമോ ദൈവത്തിൽ നിന്നും അകന്നു നിൽക്കുവാൻ നമ്മളോട് ആവശ്യപ്പെടുന്നില്ല. എത്രയും കൂടുതൽ രോഗിയാകുന്നുവോ അത്രയും കൂടുതൽ ദൈവത്തെ അറിയണം. എത്രയും കൂടുതൽ പ്രയാസങ്ങളുണ്ടോ അത്രയും കൂടുതൽ ദൈവത്തോട് അടുക്കണം. എത്രയും കൂടുതൽ പ്രതിബന്ധങ്ങളുണ്ടോ, പ്രയാസങ്ങളുണ്ടോ, കഷ്ടങ്ങളുണ്ടോ അത്രയും കൂടുതൽ ദൈവത്തെ സ്നേഹിക്കുവാനും ദൈവത്തെ വിശ്വസിക്കുവാനും നമുക്ക് സാധിക്കണം. കാരണം ദൈവത്തിൽ നിന്ന് മാത്രമാണ് നമുക്ക് ആശ്വാസവും സൗഖ്യവും ലഭിക്കുന്നത്. മത്തായി ശ്ലീഹ പറയും, വലഞ്ഞും ഭാരം ചുമന്നിരിക്കുന്നവരെ നിങ്ങൾ എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. മനുഷ്യൻ്റെ ശാരീരികവും മാനസികവും ആധ്യാത്മികവുമായ എല്ലാ ക്ലേശങ്ങളും മനസ്സിലാകുന്ന ഒരാൾ യേശുക്രിസ്തു മാത്രമാണ്. കാരണം അവന് ഭൂമിയിൽ വന്ന ഒരു സാധാരണ മനുഷ്യൻ അവൻ ജനിച്ചു. അവന് ആ ജനനത്തിന് മുമ്പും ജനനത്തിന് കഴിഞ്ഞും അവന് മനുഷ്യനുണ്ടാകാവുന്ന ബുദ്ധികൾ മനസ്സിലാക്കി. അവൻ്റെ ജനനത്തിൽ അവൻ്റെ ഭാര്യ സംശയിക്കപ്പെട്ടു. അവൻ്റെ അമ്മയെ ഉപേക്ഷിക്കാൻ ആൾക്കാർ തീരുമാനിച്ചു. പ്രസവ സമയത്ത് അവൾക്ക് പ്രസവിക്കാൻ ഇടം കിട്ടിയില്ല. ഒരു കാലിത്തൊഴുത്തിൽ ജനിക്കേണ്ടി വന്നു. ഇത്ര വലിയ അവഗണനയെന്ന് ആലോചിച്ച് നോക്കണം. ജീവൻ രക്ഷിക്കാൻ വേണ്ടി ഒളിച്ചോടേണ്ടി വന്നു. മനുഷ്യർ അവനെ പുച്ഛിച്ചു, അവഹേളിച്ചു, അപമാനിച്ചു, ശാരീരികമായി പീഡിപ്പിച്ചു, വലിച്ചെഴിച്ച് കാൽവരിയിൽ കൊണ്ടുപോയി കുരിശിച്ചു. അവനെല്ലാ പീഡയും മനസ്സിലാവും. ശാരീരിക പീഡകൾ മനസ്സിലാകും, മാനസിക പീഡകൾ മനസ്സിലാകും, മനുഷ്യന്റെ നിന്ദനം മനസ്സിലാകും, മനുഷ്യന്റെ
പരിഹാസം മനസ്സിലാകും, മനുഷ്യന്റെ അവഗണന മനസ്സിലാകും. മനുഷ്യൻ നൽകുന്ന എല്ലാം അറിയാവുന്ന ഒരു യേശുക്രിസ്തുവാണ്. ഇവിടെ 18 വർഷമായി സ്ത്രീ, കൂനിയായ സ്ത്രീ, അവൾ എന്തുമാത്രം അവഗണന സ്വീകരിച്ച് കാണും. പക്ഷെ അവൾ ദേവാലയത്തിൽ പോകുന്നത് മുടക്കിയിട്ടില്ല. 18 വർഷമായി അവൾ ദേവാലയത്തിൽ പോയിക്കൊണ്ടേയിരിക്കുന്നു. ആ ദേവാലയത്തിൽ വെച്ച് ദൈവം അവളെ കണ്ടുമുട്ടുന്നു. അതെ, നമ്മുടെ ജീവിതത്തിൽ ദുഃഖങ്ങള്, ദുരിതങ്ങള്, വേദനകള്, രോഗങ്ങള്, പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മുടെ ആശ്രയ കേന്ദ്രം ദേവാലയമാണ്, ദൈവമാണ്. ദൈവത്തിൻ്റെ ആലയത്തോട് അടുത്ത് നിൽക്കുവാൻ, അൾത്താരയെ കെട്ടിപ്പിടിച്ച് ജീവിക്കുവാൻ നമുക്ക് സാധിക്കണം. ലോകത്തിൻ്റെ ആശ്വാസത്തിൻ്റെ സ്ഥലമാണ് ഈ അൾത്താര, സ്വാതന്ത്ര്യത്തിൻ്റെ സ്ഥലമാണ് ഈ അൾത്താര, മനുഷ്യന്റെ അനുഗ്രഹത്തിൻ്റെ സ്ഥലമാണ് ഈ അൾത്താര, സർവ്വകൃപയുടെയും അടിസ്ഥാനമാണ് ഈ അൾത്താര. ആ അൾത്താരെ കെട്ടിപ്പിടിച്ച് ജീവിക്കാൻ സാധിച്ചാൽ ദൈവം നമ്മെ കണ്ടുമുട്ടും. എത്ര വലിയ തിരക്കിനിടയിലും എത്ര കൂട്ടായ്മയുടെയിലും ദൈവത്തിന് നമ്മളെ കണ്ടുപിടിക്കാൻ ഒരു പ്രയാസവുമില്ല. നാം ചോദിക്കേണ്ട, നാം പറയേണ്ട, നമുക്ക് വേണ്ടി ആരും മധ്യസ്ഥം വഹിക്കേണ്ട. ദൈവം നേരിട്ട് നമ്മെ കാണുകയും നമ്മെ സ്പർശിക്കുകയും ചെയ്യും. അവനെ തൊട്ട് അവൾക്ക് സൗഖ്യം കൊടുക്കുന്ന യേശുക്രിസ്തുവിനെ നമുക്ക് കാണാനായിട്ട് സാധിക്കും പ്രിയ സഹോദരങ്ങളെ. അതുകൊണ്ട് ജീവിതത്തിൽ പഠിക്കേണ്ട ഒന്നാമത്തെ പാഠം, നമ്മുടെ ജീവിതത്തിന്റെ ഏതവസ്ഥയിലും ദൈവത്തോടൊരു ആത്മബന്ധം സ്ഥാപിച്ചെടുക്കുക. ദൈവത്തിന്റെ ആലയത്തിൽ പോകുക, പ്രാർത്ഥനയിൽ സംബന്ധിക്കുക, കൂദാശകളിൽ സംബന്ധിക്കുക, വിസ്തർബാനയിൽ സംബന്ധിക്കുക, ദൈവിക കൃപാവരത്തിൽ ജീവിക്കുക. ഇവിടെ അവൾ പിശാചി ബാധിത, എന്നിട്ട് പോലും അവൾ പിശാചിന് അടിമയായി ജീവിക്കാതെ ദൈവത്തിന്റെ അടിമയായിട്ട് ജീവിക്കുവാൻ, ദൈവത്തെ അറിഞ്ഞ്, ദൈവത്തെ വിളിച്ച്, ദൈവത്തെ ആരാധിച്ച്, ദൈവത്തെ മഹത്വപ്പെടുത്തി ജീവിക്കുവാൻ സന്നദ്ധയാകുന്ന അവളെ നോക്കിയാണ് കർത്താവ് അവൾക്ക് സൗഖ്യം നൽകുന്നത്. ഒറ്റ നിമിഷം കൊണ്ട് കർത്താവ് അവളെ തൊട്ട് അവൾക്ക് സൗഖ്യം നൽകുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും പ്രിയ സഹോദരങ്ങളെ. ഇതാണ് ഈ പാഠം പഠിപ്പിക്കുന്ന ഒന്നാമത്തെ പാഠം. രണ്ടാമത്തെ പാഠം നമ്മളെ പഠിപ്പിക്കുന്നു, അവൾക്ക് സൗഖ്യം കിട്ടിയപ്പോൾ സിനഗോഗാധികാരിയുടെ പ്രതികരണം എത്ര മോശമായിരുന്നു. അദ്ദേഹം പറയാണ്, ആഴ്ചയ്ക്ക് 6 ദിവസം കൊണ്ട് അന്ന് വന്ന് സൗഖ്യം പ്രാപിച്ചുള്ളൂ, സബത് ദിവസം വേണ്ട. കർത്താവ് ചോദിക്കുന്ന മനോഹരമായൊരു ചോദ്യം, സബത്തിൽ നന്മ ചെയ്യുന്നതോ തിന്മ ചെയ്യുന്നതോ ഏതാണ് ഉചിതം? ജീവിതത്തിൽ നാം അനുവർത്തിക്കേണ്ട ഒരു പാഠം ഇതാണ്. ജീവിതത്തിൻ്റെ ഏതവസ്ഥയിലും നമ്മൾ നമ്മോട് ചോദിക്കണം, ഒരു കാര്യം ചെയ്യാൻ പോകുമ്പോഴേ, ഒരു സ്ഥലത്ത് പോകാൻ പോകുമ്പോഴേ നമുക്ക് ചോദിക്കാൻ കഴിയണം, നന്മ ചെയ്യുന്നതാണോ തിന്മ ചെയ്യുന്നതാണോ ഉചിതം? നന്മയാണെങ്കിൽ അത് ചെയ്യുവാനായിട്ട് പരിശ്രമിക്കുക, തിന്മയാണെങ്കിൽ അതിൽ നിന്ന് പിന്മാറുക. നമുക്കറിയാം, സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളുണ്ട്, കോളേജിൽ പഠിക്കുന്ന കുട്ടികളുണ്ട്, ജോലി ചെയ്യുന്ന സ്ഥലത്ത്, ജോലിയുള്ള സ്ഥലത്ത്, അവിടെയൊക്കെ നമുക്ക് ഒരുപാട് അവസരങ്ങൾ ഉണ്ടാകും. പക്ഷേ നമ്മെ നയിക്കേണ്ടത് നാം പോകുന്ന വഴി നന്മയാണോ തിന്മയാണോ എന്ന് തിരിച്ചറിയുവാനാണ്. ഇവിടെ സിനഗോഗുകാരി നന്മയല്ല ചിന്തിക്കുന്നത്, നിയമത്തിന്റെ പരിധിയിൽ നിന്നുമാണ് ചിന്തിക്കുന്നത്. എന്നാൽ ദൈവം പറയുന്നത് സാബതത്തിൽ നന്മയാണോ തിന്മയാണോ ചെയ്യേണ്ടത്. കർത്താവിന് പ്രത്യേകമായി ചോദിക്കുന്ന ചോദ്യമുണ്ട്, നിങ്ങളുടെ ഒരു കാളയോ കഴുതിയോ കിണറ്റിൽ വീണാൽ നിങ്ങൾ ആരെങ്കിലും പൊക്കിയെടുക്കാതിരിക്കുമോ? ഉറപ്പാണ് നമ്മൾ പൊക്കിയെടുക്കും. ശാപതമാണോ നമ്മൾ ചിന്തിക്കത്തില്ല. എന്നാൽ ദൈവത്തിന്റെ മകൾ, അബ്രഹാമിന്റെയും മകൾ, 18 വർഷമായി ബന്ധിതയായിരിക്കുന്ന മകൾ, കൂനിയായിരിക്കുന്ന മകൾ, അവൾക്ക് സൗഖ്യം കിട്ടേണ്ടത് ആവശ്യമല്ലേ? അവളെ അഴിച്ചുവിടേണ്ട ആവശ്യമല്ലേ? അവൾക്ക് സൗഖ്യം കൊടുക്കുവാൻ കർത്താവ് തീരുമാനിക്കുന്നു. കാരണം സാബതായാലും നന്മ ചെയ്യുവാൻ നമ്മൾ ബാധ്യസ്ഥരാ പ്രിയ സഹോദരങ്ങളെ. ജീവിതത്തിന്റെ എല്ലാ തലങ്ങളിലും നന്മയുടെ വഴിയിലൂടെ മുന്നേറുവാൻ നമുക്ക് സാധിക്കും. നന്മയുടെ ഒരുപാട് അവസരങ്ങൾ കിട്ടും. ഇത് നൊയമ്പ് കാലമാണ്. ഈ നൊയമ്പ് കാലത്ത് നമ്മൾ പലപ്പോഴും നിയമങ്ങൾ പാലിച്ച് ജീവിക്കുന്നവരാണ്. സഭ നിഷ്കർഷിക്കുന്ന നൊയമ്പ് ഉപവാസവും പ്രാർത്ഥനയും ജീവിക്കുന്നവരാണ്. അതിലൊക്കെ വളരെ കൂടുതലായി അതിനെ മറികടന്ന് നന്മകൾ ചെയ്യാൻ സാധിക്കണം. വിശക്കുന്നവർക്ക് ഭക്ഷണം കൊടുക്കാൻ കഴിയും, ദാഹിക്കുന്നവർക്ക് വെള്ളം കൊടുക്കുവാൻ കഴിയും, രോഗിക്ക് ശുശ്രൂഷ ചെയ്യാൻ സാധിക്കും, സാമ്പത്തിക സഹായങ്ങൾ ചെയ്യാൻ സാധിക്കും. അങ്ങനെ അനേകർക്ക് നന്മ ചെയ്ത് ജീവിക്കുവാനായിട്ട് നമുക്ക് സാധിക്കും. അതുകൊണ്ട് നന്മ ചെയ്യാൻ കിട്ടുന്ന ഒരു അവസരങ്ങൾ പോലും നഷ്ടപ്പെടുത്തി കളയരുത്. ഞാൻ പ്രിയ സഹോദരങ്ങളെ നിങ്ങൾ ഓരോരുത്തരോടും ഓർമ്മിപ്പിക്കുകയാണ്. നൊയമ്പ് കാലം എല്ലാവരും അകന്നു നിൽക്കേണ്ട കാലമല്ല, മറിച്ച് എല്ലാവരിലേക്കും നന്മ പൊഴിക്കേണ്ട കാലമാണ്. നമുക്കറിയാം, നമ്മുടെ നൊയമ്പ് കാലത്തെ ഏറ്റവും പ്രധാനപ്പെട്ട 3 കാര്യങ്ങളാണ്. 1 പ്രാർത്ഥന, 2 നോമ്പ്, 3 ഉപവാസം. ഇത് 3ഉം നമ്മളെ ദൈവത്തോട് അടുപ്പിക്കുവാനുള്ള സന്ദർഭമാണ്. നമ്മൾ എന്തിനാണ് ദൈവത്തോട് അടുക്കുന്നത്? നമ്മൾ ദൈവത്തോട് അടുക്കുന്നത് മനുഷ്യരിലേക്ക് ഇറങ്ങി ചെല്ലുവാൻ വേണ്ടിയാണ്.
മനുഷ്യർക്ക് നന്മ ചെയ്യുവാൻ വേണ്ടിയാണ്. മറ്റുള്ളവരെ സ്നേഹിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ നമ്മുടെ നൊയമ്പിൽ എന്ത് അർത്ഥമാണ് ഉള്ളത്? മറ്റുള്ളവർക്ക് നന്മ ചെയ്യാൻ സാധിക്കുന്നില്ലെങ്കിൽ നമ്മുടെ നൊയമ്പിന് എന്ത് പ്രാധാന്യമാണ് ഉള്ളത്? പ്രാർത്ഥനയ്ക്ക് എന്ത് പ്രാധാന്യമാണ് ഉള്ളത്? ഉപവാസത്തിന് എന്ത് പ്രാധാന്യമുള്ളത്? യോഹന്നാൻ ശ്ലീഹ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. കാണപ്പെടുന്ന സഹോദരനെ സ്നേഹിക്കാതെ കാണപ്പെടാത്തൊരു ദൈവത്തെ എങ്ങനെ സ്നേഹിക്കാൻ കഴിയും? നമ്മുടെ ഒരു പ്രക്രിയയും ദൈവത്തിന് പ്രിയങ്കരമാകത്തില്ല അത് സഹോദര സ്നേഹമില്ലാത്തതാണെങ്കിൽ. ഇവിടെ കർത്താവ് ഈ സിനഗോഗ് അധികാരിയെ ഭയങ്കരമായിട്ടും വിമർശിക്കുകയാണ്. അദ്ദേഹം നിയമം പറഞ്ഞത്, പക്ഷെ കർത്താവ് നിയമത്തിനപ്പുറത്തേക്ക് കരുണയാണ് പറഞ്ഞത്. മനുഷ്യൻ സ്വർഗസ്ഥനായ പിതാവ് കരുണയുള്ളവനായിരിക്കുന്നത് പോലെ കരുണയുള്ളവരായിരിക്കേണ്ടവരാണ്. മനുഷ്യർ നിയമത്തിൽ നോക്കുമ്പോൾ നമുക്കറിയാം, യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായത്തിൽ വ്യഭിചാരിണിയെ ഒരു സ്ത്രീയെ പിടിച്ചുകൊണ്ട് ആളുകൾ വരും. അവിടെ കല്ലെറിയാൻ ആൾക്കാർ നോക്കി നിൽക്കും. അതാണ് നിയമം. അവിടെ കല്ലെറിഞ്ഞ് കൊല്ലണം. അത് ആലോചിച്ച് നോക്കുകയും, വ്യഭിചാരം എന്ന പാപം ഒരു സ്ത്രീക്ക് ഒറ്റയ്ക്ക് ചെയ്യാവുന്ന ഒരു പാപമാണോ? അല്ലല്ലോ. തീർച്ചയായിട്ടും ആ സ്ത്രീയെ കുറ്റക്കാരിയായി അവിടെ മേൽ കുറ്റം ആരോപിച്ച് അവളെ കൊല്ലാൻ കൊണ്ട് നിർത്തിയിരിക്കുകയാണ്. എവിടെ കൂട്ടുപ്രതി? അത് പ്രശ്നമല്ല. കർത്താവ് ഇത് മുൻപിൽ കണ്ടുകൊണ്ട് പറഞ്ഞു, നിങ്ങളിൽ പാപമില്ലാത്തവൻ അവളെ കല്ലെറിയട്ടെ. വേറൊരു ഇതിനെ ചിത്രീകരിക്കാം. നിങ്ങൾ ഇവളോടത്ത് പാപം ചെയ്യാത്തവരാരെങ്കിലും ഒരു നിപ്പുണ്ടെങ്കിൽ കല്ലെറിയട്ടെ എന്ന് പറഞ്ഞു നോക്കിയേക്ക്. മുതിർന്നവരെല്ലാവരും കല്ലുതായിട്ട് തിരിച്ചുപോയി. കർത്താവിന്റെ കരുണ എത്ര വലുതാണെന്ന് ആലോചിച്ച് നോക്കിക്കേ. ഞാനും നിങ്ങൾ ജീവിക്കുന്നെങ്കിൽ കർത്താവിന്റെ കരുണ കൊണ്ടാണ് ജീവിക്കുന്നത്. നിയമത്തിന്റെ മുൻപിൽ നമ്മൾ നിന്നിരുന്നെങ്കിൽ ഈ ലോകത്ത് ജീവിക്കാൻ നമുക്ക് ആർക്കും അവകാശം ഉണ്ടായിരുന്നില്ല. സഹോദരങ്ങളെ, ദേവാലയമായാലും കൊള്ളാം, ഭവനമായാലും കൊള്ളാം, സമൂഹമായാലും കൊള്ളാം, എവിടെയായാലും നാം നിയമത്തിനപ്പുറത്ത് മനുഷ്യരോട് കരുണ കാണിച്ച് ജീവിക്കുവാൻ പഠിക്കണം. സ്വർഗസ്ഥനായ പിതാവ് നമ്മളോട് കരുണ കാണിക്കുന്ന പോലെ മറ്റുള്ളവരോടും കരുണ കാണിക്കാം. ബലഹീനരെ കണ്ടുപിടിക്കുവാന്, ദുഃഖിതരെ, പീഡിതരെ, നിരാലംബരെ, രോഗികളെ അവർക്ക് കരുണയോടെ അവരോട് ഇടപെടുവാനും അവർക്ക് വേണ്ടുന്ന സഹായസ്ഥകൾ നീട്ടിക്കൊടുക്കുവാനും ദൈവത്തിന്റെ സ്നേഹം പകർന്നു കൊടുക്കുവാൻ ഈ നൊയമ്പ് കാലം നമുക്കിടയാകട്ടെ എന്ന് ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. തമ്പുരാൻ കാണിച്ചു തന്ന മനോഹരമായ ഈ 2 മാതൃകകൾ. ഒന്ന്, ഏത് ദുഃഖത്തിലും മേലെ ദൈവത്തിന്റെ ആലയത്തെയും ദൈവത്തെയും മുറുകെ പിടിച്ച് ജീവിക്കുക. 2, മറ്റുള്ളവരുടെ എപ്പോഴും കരുണയോടെ പ്രവർത്തിക്കുവാനായിട്ട് പരിശ്രമിക്കുക. ഇതിനുള്ള എല്ലാ കൃപയും തന്ന ദൈവവും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവും നമ്മളെല്ലാവരെയും സഹായിച്ച് അനുഗ്രഹിക്കട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധ റൂഹായുടെയും തിരുനാമത്തിൽ ആമീൻ.